എൻ്റെ ഹസ്ബൻഡ് ഇതറിഞ്ഞാൽ പ്രശ്നമാവും, അല്ലെങ്കിൽ എൻ്റെ വൈഫ് ഇതറിഞ്ഞാൽ പ്രശ്നമാവും എന്ന് വിചാരിച്ച് മാറ്റി വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതായിരിക്കാം പിന്നീട് ആ റിലേഷൻഷിപ്പിൽ പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നൊരു വിഷയം. ഈ അടുത്ത് നമുക്കൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു കപ്പിളിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ടുള്ളൊരു ട്രസ്റ്റ് ഇഷ്യൂ ഡെവലപ്പ് ചെയ്തിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. ഹസ്ബൻഡ് പറയുന്നത് വൈഫിനൊരു റിലേഷൻ ഉണ്ട്, എന്തൊക്കെയോ ഒരു ചുറ്റിക്കളി ഉണ്ടെന്നുള്ളതാണ്. വൈഫ് പലപ്പോഴായിട്ട് മെസ്സേജ് ഡിലീറ്റ് ചെയ്തത് കണ്ടിട്ടുണ്ട്, ചാറ്റ് ക്ലിയർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഹസ്ബൻഡ് നമ്മളടുത്ത് പറഞ്ഞു. വൈഫുമായി സംസാരിച്ചപ്പോൾ ഇപ്പോൾ വൈഫ് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, വൈഫിന് അങ്ങനത്തെ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറോ ഒരാളായിട്ടൊരു ബന്ധമൊന്നുമില്ല. പണ്ട് കൂടെ പഠിച്ചിരുന്ന ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു, ആളായിട്ട് ഞാൻ കുറച്ച് ചാറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഹസ്ബൻഡ് അറിഞ്ഞാൽ അതൊരു വിഷയമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനതൊന്ന് ക്ലിയർ ചെയ്തിരുന്നു എന്നുള്ളതാണ് ആൾ പറഞ്ഞത്. ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം ആൾക്കധികം ക്ലോസ് സർക്കിളൊന്നും ഇല്ലാത്തൊരു കൂട്ടത്തിലാണ്. ആൾ ചാറ്റ് ചെയ്യുന്നതും കോൾ ചെയ്യുന്നതൊക്കെ വളരെ അപൂർവമാണ്. സോ വൈഫ് വേറൊരു പുരുഷനായിട്ട് സംസാരിച്ചു എന്നുള്ളൊരു കൺസെപ്റ്റ് ആളെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു തോട്ടാണ് വൈഫിനെ ഹസ്ബൻഡിനോട് ഇത് പറഞ്ഞാൽ പ്രശ്നമാവുമെന്ന് വിചാരിച്ച് പറയാതിരിക്കുന്നതിലേക്ക് നയിച്ചത്. സ്വാഭാവികമായിട്ടും ഹസ്ബൻഡ് കാണണ്ടെന്ന് വിചാരിച്ച് ഈ മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്തപ്പോൾ ഹസ്ബൻഡിന് അവിടെ ഉണ്ടായത് ഒരു ട്രസ്റ്റ് ഇഷ്യൂ ആണ്, ആളെന്നെ പറ്റിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നലാണ്. പക്ഷേ ഫസ്റ്റ് പ്ലേസിൽ ഇങ്ങനെയൊക്കെ ഒരു കാര്യം ഉണ്ടായി, എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു എന്ന് പറഞ്ഞാൽ തീരാവുന്നൊരു പ്രശ്നമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആളെന്ത് വിചാരിക്കും എന്നുള്ളൊരു പേടിയുടെ പുറത്ത് വന്നിട്ടുള്ള ഒരു ബിഹേവിയർ ആ റിലേഷൻഷിപ്പിൻ്റെ തന്നെ ട്രസ്റ്റ് തകർക്കുന്ന രീതിയിലേക്കാണ് വന്നത്. സോ കപ്പിൾസിനോട് നമുക്ക് പറയാനുള്ളത്, ആദ്യം മുതലേ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം. രണ്ടുപേരുടെ ഇടയിൽ എപ്പോഴും ഒരു ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യുക. ഇനി ഇത്തരത്തിലൊരു പ്രശ്നം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഒരു പ്രൊഫഷണലിൻ്റെ സപ്പോർട്ട് തേടാനായിട്ട് നോക്കുക.